So hello guys, my name is Nikhil. നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ ബൈനോമിയൽ അപ്രോക്സിമേഷൻ ആണ് നമ്മൾ പഠിച്ചത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോവാണ്, കോൾഡ് ആസ് ഗ്രാഫ്സ്. ഓക്കെ, സോ ഗ്രാഫ് ആക്ച്വലി ബേസിക് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഫിസിക്സിൽ നമ്മുടെ ഏത് ചാപ്റ്റർ പഠിച്ചാലും നമുക്ക് ഗ്രാഫിനെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ ഏത് ചാപ്റ്റർ ആണെങ്കിലും, മെക്കാനിക്സ് ആണെങ്കിലും, ഒപ്റ്റിക്സ് ആണെങ്കിലും, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണെങ്കിലും, എല്ലാ ചാപ്റ്ററിലും നമുക്ക് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഓക്കെ, അതായത് ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും, അതിൻ്റെ ഇക്വേഷന്, പിന്നെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആണോ, അതല്ലെങ്കിൽ ഒരു എലിപ്സ് ആണോ, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണോ, സർക്കിൾ ആണോ. സോ അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് പറയാൻ പറ്റണം. സോ സ്ലോപ്പ്, പിന്നെ അതിൻ്റെ ഷേപ്പ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും മിനിമം നമ്മൾ ഗ്രാഫ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേറെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഈസി ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. സോ നമുക്ക് നോക്കാം എന്താണ് ഗ്രാഫ്. ഓക്കെ, സോ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടാവുക. ഗ്രാഫിൽ ഒരു എക്സ് ആക്സിസ് ഉണ്ടാവും അല്ലേ, ഒരു എക്സ് ആക്സിസ്, പിന്നെ ഒരു വൈ ആക്സിസ്. അപ്പോൾ ഗ്രാഫ് പഠിക്കുമ്പോൾ ആദ്യം വരുന്നൊരു ടേമാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ എം. ഓക്കെ, സ്ലോപ്പ് ഇസ് ഡിനോട്ടഡ് ബൈ സ്മോൾ എം. അപ്പോൾ സ്ലോപ്പ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്നിരിക്കട്ടെ, നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഗ്രാഫ്. നമുക്കിതിൻ്റെ സ്ലോപ്പാണ് വേണ്ടത്. സ്ലോപ്പ് ഇസ് ഡിഫൈൻഡ് ആസ് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, സ്ലോപ്പിൻ്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താ, എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. വേറെ തീറ്റ എന്ന് വെച്ചാൽ ഏത് ആംഗിളാണ്, തീറ്റ ഈ ഗ്രാഫും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഈ തീറ്റ അങ്ങ് എടുത്താൽ മതി. തീറ്റ ഗ്രാഫും പിന്നെ എക്സ് ആക്സിസ്, നമുക്കറിയാം ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആ തീറ്റൻ്റെ ടാൻ എടുത്താൽ എന്തായി, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പായി. ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ, എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, വേർ തീറ്റ എന്താണ്, തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഗ്രാഫ് അല്ലെങ്കിൽ കർവ് ആൻഡ് പോസിറ്റീവ് എക്സ് ആക്സസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. വേണേൽ നമുക്ക് ഇതിനകത്ത് ഒരു ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട്. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ, ടാൻ തീറ്റ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് ഇതാണ് നമ്മുടെ ടാൻ തീറ്റ എങ്കിൽ ഇതാണ് നമ്മുടെ ടാൻ തീറ്റ അല്ലേ. അപ്പോൾ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരിക്കും, ഇതല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഇത് വൈ ആണെന്നിരിക്കട്ടെ, ഈ സൈഡ് എന്തായിരിക്കും, ഇത് എക്സ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വൈ, അഡ്ജസ്റ്റൻറ്റ് സൈഡ് എക്സ് ആണ്. അപ്പോൾ ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടാൻ തീറ്റ ഈസ് ഓൾസോ ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ടാൻ തീറ്റ ദാറ്റ് ഈസ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടി, സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലെങ്കിൽ ഈക്വൽ ടു വൈ ബൈ എക്സ്. ശരിക്കും ഡി വൈ ബൈ ഡി എക്സ് ആണ്, അത് നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം വൈ ബൈ എക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ലോപ്പിൻ്റെ വാല്യൂ, ഇപ്പം തീറ്റാൻ്റെ വാല്യൂ 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. തീറ്റ ഈസ് 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റാൻ്റെ വാല്യൂ എന്ത് കിട്ടും, ടാൻ 0ൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, ടാൻ 0ൻ്റെ വാല്യൂ ഇസ് 0 ആണെന്ന് നമുക്കറിയാം അല്ലേ, നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചതാണ്. അപ്പോൾ തീറ്റാൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ടാൻ തീറ്റാൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ടാൻ തീറ്റാൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് തന്നെയല്ലേ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ത് തന്നെ കിട്ടും, സ്ലോപ്പിൻ്റെ വാല്യൂയും 0 തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി തീറ്റാൻ്റെ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റാൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഏത് ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്, സൈൻ കോസ് ടാൻ എല്ലാം പോസിറ്റീവാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ എന്താണ്, പോസിറ്റീവാണ്. ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെയല്ലേ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് എന്തെന്നെ വരും, സ്ലോപ്പ് ഈസ് ഓൾസോ പോസിറ്റീവ് എന്ന് വരും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ. ഇനി തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിലോ, തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഏത് ക്വാഡ്രൻ്റായി, സെക്കൻഡ് ക്വാഡ്രൻ്റായി അല്ലേ. 0 തുടങ്ങി
നമ്മൾ എക്സ് ആക്സിസ് ആണ് നോക്കുന്നത്. നമ്മൾ 0 തുടങ്ങി 90 വരെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ആണ് പോസിറ്റീവ്, ടാൻ എന്താണ് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റ നെഗറ്റീവ് ആയി പോകും. ടാൻ തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പും നെഗറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സ്ലോപ്പ് ക്യാൻ ബി 0, സ്ലോപ്പ് ക്യാൻ ബി പോസിറ്റീവ്, സ്ലോപ്പ് ക്യാൻ ബി നെഗറ്റീവ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ വെർ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ആ ഗ്രാഫ് പിന്നെ എക്സ് ആക്സിസ്. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിയേ, എടാ ഇപ്പം നമുക്ക് ഈ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് കർവ് ഉണ്ട്. രണ്ട് കർവ്, ഈ ഒരു കർവ് പോട്ടെ, ഈ ഒരു കർവ്, പിന്നെ അത് ഇങ്ങനത്തെ ഒരു കർവ്. ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് രണ്ട് ലൈൻസ്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തന്നേക്കുക. അപ്പോൾ ഇതിനകത്ത് സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? തീറ്റ നോക്കിയാൽ മതി അല്ലേ. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് ടൈപ്പ് അപ്പോൾ നെഗറ്റീവ് ആയി പോകും. അപ്പോൾ നോക്കി ഈ ആംഗിൾ, ഈ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. കണ്ടോ, കണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എക്സ് ആക്സിസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ തീറ്റ നോക്കി, ഈ തീറ്റ എന്താണ്? തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പ്, ഈ ലൈനിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി സെക്കൻഡ് ലൈൻ നോക്കിയത്, ഈ ലൈൻ നോക്കിയത്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ് ആക്സിസ് അവിടെ വരച്ചാൽ മതി. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു ഹോറിസോണ്ടൽ ലൈൻ, ദറ്റ് ഈസ് എക്സ് ആക്സിസ് വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ തീറ്റ ഈ കേസിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ. ശരിയല്ലേ? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 കഴിഞ്ഞും പോയി അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ സ്ലോപ്പ് ക്യാൻ ബി 0, സ്ലോപ്പ് ക്യാൻ ബി പോസിറ്റീവ്, സ്ലോപ്പ് ക്യാൻ ബി നെഗറ്റീവ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് ഗ്രാഫ്, ഇത് സെക്കൻഡ് ഗ്രാഫ്. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫാണ്, ഇത് സെക്കൻഡ് ഗ്രാഫാണ്. രണ്ട് ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒന്ന് കമ്പയർ ചെയ്യാമോ? രണ്ടിൻ്റെ സ്ലോപ്പ് ഒന്ന് കമ്പയർ ചെയ്ത്. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം സ്ലോപ്പ് ഈസ് ടാൻ തീറ്റ ആണ് അല്ലേ. അപ്പോൾ അതേ ഫസ്റ്റ് ഗ്രാഫിൻ്റെ തീറ്റ എന്താ? ഫസ്റ്റ് ഗ്രാഫിൻ്റെ തീറ്റ ഇതാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് തീറ്റ, തീറ്റ 1. സെക്കൻഡ് ഗ്രാഫിൻ്റെ തീറ്റ ഇതാണ് അല്ലേ, തീറ്റ 2. അപ്പോൾ രണ്ട് ഗ്രാഫിൻ്റെ സ്ലോപ്പ് കമ്പയർ ചെയ്യാനായിട്ട് തീറ്റ കമ്പയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ തീറ്റ 1 തീറ്റ 2 കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം തീറ്റ 2 ഇസ് ഗ്രേറ്റർ ദാൻ തീറ്റ 1 അല്ലേ. തീറ്റ 2 ഗ്രേറ്റർ ദാൻ തീറ്റ 1 ആണ്. പക്ഷേ രണ്ടും ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ രണ്ടും ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ രണ്ടിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ, രണ്ടാമത്തെ ഗ്രാഫിൻ്റെ തീറ്റ കുറേ കൂടി കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടാൻ തീറ്റേൻ്റെ വാല്യൂ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ടാൻ തീറ്റ 1 ഇസ് ലെസ് ദാൻ ടാൻ തീറ്റ 2 ആയിരിക്കും. ശരിയല്ലേ? ടാൻ തീറ്റ 2ൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ടാൻ തീറ്റ തന്നെയല്ലേ സ്ലോപ്പ്. അപ്പോൾ നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് സെക്കൻഡ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് 1. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കേസിൽ ഏത് ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് കൂടുതൽ? സെക്കൻഡ് ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് കൂടുതൽ. അല്ലെങ്കിലും അത് തീറ്റ നമ്മൾ ടാൻ തീറ്റൻ്റെ വാല്യൂ കമ്പയർ ചെയ്യണമെന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്ലോപ്പ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ? സ്ലോപ്പ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു കയറ്റമാണല്ലേ. നമ്മളൊരു കയറ്റം കയറുമ്പോഴത്തേക്കും ഒരു ആ കുത്തനെ നിൽക്കുന്ന ആ ഒരു സ്ലോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഗ്രാഫ് ആകുമ്പോൾ കുറേ കൂടി എന്തായി? കുറേ കൂടി സ്ട്രെയിറ്റ് ആയി അല്ലേ. കുറേ കൂടി സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കുറേ കൂടി കൂടുതൽ എവിടെ ആയിരിക്കും? നമ്മൾ ഇത് ഒരു റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ എവിടെ ആയിരിക്കും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുക? ഫസ്റ്റിലായിരിക്കും സെക്കൻഡിലായിരിക്കും അല്ലേ. കാരണം സെക്കൻഡ് കുറേ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കുറേ കൂടി കുത്തനെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സ്ലോപ്പ് കുറേ കൂടി കൂടുതലാണ്, ഫസ്റ്റിൻ്റെ കുറേ കൂടി കുറവാണ്. കാര്യം മനസ്സിലായല്ലോ? സോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാൻ തീറ്റ വെച്ച് കമ്പയർ ചെയ്യണമെന്നില്ല, ശരിക്കും നമ്മൾ ആ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് തന്നെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ,
ഇതാണ് നമ്മൾ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫ്. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇത് നമ്മുടെ ഫസ്റ്റ് വൺ, ഇത് നമ്മുടെ സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ് അല്ലേ. അപ്പോൾ തീറ്റ കമ്പയർ ചെയ്യുമ്പോൾ തീറ്റ നമ്മൾ എക്സ് ആക്സിസ് വെച്ച് വേണം എടുക്കാൻ അല്ലേ. പോസിറ്റീവ് എക്സ് ആക്സിസ് വെച്ച് വേണം നമ്മൾ തീറ്റ നമ്മൾ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് തീറ്റ എങ്ങനെ ആയിരിക്കും? തീറ്റ വൺ എന്താ? ഇതാണ് തീറ്റ വൺ, കണ്ടോ? ഇതാണ് തീറ്റ വൺ, ശരിയല്ലേ? തീറ്റ ടു ഏതായിരിക്കും? ഇതല്ലേ തീറ്റ ടു. ദിസ് ഇസ് തീറ്റ ടു. അപ്പോൾ ഈ കേസിൽ തീറ്റ വൺ ആണോ വലുത്, തീറ്റ ടു ആണോ വലുത്? നോക്കുമ്പോൾ അതേ തീറ്റ ടു ആണല്ലേ വലുത്. തീറ്റ ടു ഇസ് ഗ്രേറ്റർ ദാൻ തീറ്റ വൺ അല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ. അപ്പം സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് എന്തായിപ്പോയി? നെഗറ്റീവ് ആയിപ്പോയി, ശരിയല്ലേ. അപ്പം നെഗറ്റീവ് സ്ലോപ്പാണ് ഈ കേസിൽ. അപ്പം നെഗറ്റീവ് സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടി കൂടുതൽ നെഗറ്റീവ് ഏതായിരിക്കും? തീറ്റ ടു ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ടാൻ തീറ്റ ടു ഇസ് ലെസ് ദാൻ ടാൻ തീറ്റ വൺ ആണ്. ഈ കേസിൽ തീറ്റ കൂടുമ്പോൾ ടാൻ തീറ്റ കൂടത്തില്ല. കാരണം നമുക്കറിയാം 90 ഡിഗ്രി കഴിയുമ്പോൾ ടാൻ്റെ വാല്യൂ കുറയുക ചെയ്യുന്നത്. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചാണ്. അല്ലെങ്കിൽ നമുക്കറിയാം 90 ഡിഗ്രിയിൽ എന്താണ് വാല്യൂ? ഇൻഫിനിറ്റിയാണ് അല്ലേ. സീറോയിൽ ടാൻ്റെ വാല്യൂ 0 90 ഡിഗ്രി വരെ കൂടും. കൂടി 90 ആകുമ്പോൾ എത്രയായി? ഇൻഫിനിറ്റി ആയി. അത് കഴിഞ്ഞ് പിന്നെ വാല്യൂ കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റിലായിരിക്കോ സെക്കൻഡിലായിരിക്കോ വാല്യൂ കൂടുതൽ? ഫസ്റ്റിലായിരിക്കും വാല്യൂ കൂടുതൽ. സെക്കൻഡ് ആകുമ്പോൾ പിന്നെ തീറ്റ കൂടുന്നതനുസരിച്ച് 90 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ തീറ്റ കൂടുന്നതനുസരിച്ച് വാല്യൂ കുറേ കൂടി നെഗറ്റീവ് ആവുക ചെയ്യുന്നത്. കുറേ കൂടി വാല്യൂ നെഗറ്റീവ് ആവുകയാണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ നെഗറ്റീവ് ഏതായിരിക്കും? ഇതല്ലേ കൂടുതൽ നെഗറ്റീവ്. ടാൻ തീറ്റ ടു കുറേ കൂടി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡിൻ്റെ സ്ലോപ്പ് കുറവാണ് കമ്പയർഡ് ടു ഫസ്റ്റ് വൺ അല്ലേ. അപ്പോൾ ഈ കേസിൽ സ്ലോപ്പ് ഓഫ് 2 is less than that of slope 1. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്, സെക്കൻഡ് സ്ലോപ്പ് കുറവാണ്. ഇവൻ ദോ തീറ്റ നോക്കുമ്പോൾ തീറ്റ ആർക്കാണ് കൂടുതൽ? സെക്കൻഡ് ഗ്രാഫിൻ്റെ തീറ്റയാണ് കൂടുതൽ. പക്ഷേ സ്ലോപ്പ് ആർക്ക് കൂടുതൽ? ഫസ്റ്റ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടുതലായിരിക്കും. അത് വേണേൽ ഇങ്ങനെ നോക്കിയാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തീറ്റ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ഗ്രാഫാണ് കുറേ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഈ കേസ് നോക്കിയാൽ ഫസ്റ്റ് ഗ്രാഫിലാണോ നമുക്ക് കയറാൻ കുറേ കൂടി പാട്, അതോ സെക്കൻഡ് ഗ്രാഫിലായിരിക്കുമോ? ശരിയല്ലേ. നോക്കിയേ, ഫസ്റ്റ് ഗ്രാഫ് അല്ലേ കുറേ കൂടി ഡിഫിക്കൽട്ട്. ഫസ്റ്റ് ഗ്രാഫ് കുറേ കൂടി സ്ട്രെയിറ്റ് ആണല്ലേ. കാരണം നോക്കിയേ, സെക്കൻഡ് ഗ്രാഫ് ഇത്രേ ഉള്ളൂ, ഫസ്റ്റ് ഗ്രാഫ് പിന്നെയും കുറേ കൂടി കുത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രാഫ് ആയിരിക്കും കുറേ കൂടി ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ ആ കേസിൽ ഫസ്റ്റ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അതുകൊണ്ട് തീറ്റ വെച്ച് കമ്പയർ ചെയ്യേണ്ട. തീറ്റ വെച്ച് എപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ തീറ്റ കൂടുന്നതനുസരിച്ച് സ്ലോപ്പ് കുറയുക ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ തീറ്റ കൂടുമ്പോൾ സ്ലോപ്പ് കൂടുക ചെയ്യുന്നത്. മനസ്സിലായപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഫസ്റ്റ് ഗ്രാഫിൽ തീറ്റ കൂടിയപ്പം സ്ലോപ്പും കൂടി, കണ്ടോ? തീറ്റ കൂടിയപ്പോൾ സ്ലോപ്പും കൂടി. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ തീറ്റ കൂടിയപ്പോൾ സ്ലോപ്പ് കുറയുക ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ തീറ്റ നോക്കാതെ ഏത് ഗ്രാഫാണ് കുത്തനെ നിൽക്കുന്നത്, നമുക്ക് ഏതിലാണ് കൂടുതൽ കയറാൻ ബുദ്ധിമുട്ട് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രാഫ് കുറേ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതേ നമ്മൾ ചവിട്ടി കയറുമ്പോൾ കുറേ കൂടി നമ്മൾ പാടുപെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കൂടുതലായിരിക്കും. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് 0 ഉണ്ട്, സ്ലോപ്പ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് സ്ലോപ്പ് ക്യാൻ ബി നെഗറ്റീവ്. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഇതൊരു ഗ്രാഫ് തന്നെ ഒരു 3-4 ലൈൻസ്, കുറേ ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് 0 ആണോ അതോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ ചെയ്തേ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്തേ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ അതിന് തീറ്റ കമ്പയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇത് നോക്കി, ഫസ്റ്റ് ലൈൻ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ലൈനിൻ്റെ തീറ്റ നോക്കുമ്പോൾ തീറ്റ എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 90 ആണോ ലെസ് ദാൻ 90 ആണോ? ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ. ഈ തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താ? ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ നോക്കിയേ, ഇതിൻ്റെ തീറ്റ എത്ര വരും? സെക്കൻഡ് ഗ്രാഫിൻ്റെ ഈ ലൈനിൻ്റെ എത്ര വരും? തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പം തീറ്റ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിന് സ്ലോപ്പ് ഉണ്ടോ? സ്ലോപ്പ് 90 അല്ലേ. ടാൻ 90 എന്ന് വരും. ടാൻ 90 ആണെങ്കിൽ സ്ലോപ്പ് എന്തായി പോകും? സ്ലോപ്പ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 എന്ന് എഴുതിയാൽ മതി. സ്ലോപ്പ് ഇല്ല, ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈ കേസിൽ ഇൻഫിനിറ്റി ആണ്. സെക്കൻഡ് ഗ്രാഫ് ഇത് നോക്കിയേ, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നോക്കിയത് ഈ ലൈൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, എന്നിട്ട് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുള്ള തീറ്റ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഏത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഒരു ഹോറിസോണ്ടൽ എക്സ് ആക്സിസ് അവിടെ വരയ്ക്കുക.
എന്നിട്ട് ആ പോസിറ്റീവ് എക്സ് ആക്സിസും ആ ഗ്രാഫ് തമ്മിലുള്ള തീറ്റ നോക്കിയാൽ മതി. അപ്പോൾ ഈ കേസിൽ തീറ്റ എന്താണ്? തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് നെഗറ്റീവ്, സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായാലോ? ഓക്കെ അല്ലേ? ഇത് പറഞ്ഞേ, ഇവിടെ എങ്ങനെയായിരിക്കും? നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ തന്നെയല്ലേ ഗ്രാഫ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ തീറ്റ എന്താണ്? തീറ്റ 0 ആണ്. തീറ്റ 0 ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പും 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് പറഞ്ഞ് ഈ ഗ്രാഫ് പറഞ്ഞ് ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് നോക്കി, ഹൊറിസോണ്ടൽ ലൈൻ നോക്കുമ്പോൾ ഇതാണ് തീറ്റ അല്ലേ? തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. തീറ്റാൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് തീറ്റ കമ്പയർ ചെയ്യുക. തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ പോസിറ്റീവ്, 0 ആണെങ്കിൽ 0, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ നെഗറ്റീവ്. ക്ലിയർ അല്ലേ? ഇതും കൂടി ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തേ. പറഞ്ഞ് ഈ ഒരു ലൈൻ പറഞ്ഞു. ഇതെങ്ങനെയാ? തീറ്റ ലെസ് ദാൻ 90 അല്ലേ? ലെസ് ദാൻ 90 ആണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സംശയമില്ലല്ലോ? ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പറഞ്ഞു ഇവിടെ തീറ്റ 0 ഡിഗ്രി അല്ലേ? കാരണം ഹോറിസോണ്ടൽ തന്നെയാണ് അല്ലേ? ഇതെങ്ങനെ? അത് ഹോറിസോണ്ടൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും അല്ലേ? ഹോറിസോണ്ടൽ ലൈനിൻ്റെ പുറത്ത് തന്നെയാണ്. അപ്പോൾ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പും 0 ആയിരിക്കും. ഈ കേസിൽ അങ്ങനെ ഹോറിസോണ്ടൽ ലൈൻ വെച്ച് നോക്കുമ്പോൾ 90 ഡിഗ്രി ആണ് തീറ്റ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് ഇൻഫിനിറ്റി ഓർ 0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇൻഫിനിറ്റി ആണ്. അടുത്തത് ഇവിടെ ആണെങ്കിലോ, ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇതാണ് തീറ്റ. ഈ തീറ്റ എന്താ? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. കത്തിയല്ലോ? ഏകദേശം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്ലോപ്പ്. ഇനി ഇത് സ്ട്രെയിറ്റ് ലൈനായി. ഇനി കർവ്ഡ് ലൈൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്തല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് നമ്മളൊരു ഹോറിസോണ്ടൽ ലൈൻ വരച്ചാൽ മതി. ഗ്രാഫ് ഇങ്ങനെ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്രാഫ് ഇപ്പോൾ ഒരു കർവ്ഡ് ലൈനാണ് തന്നേക്കുന്നത്. ഇതിങ്ങനെ ഒരു ഗ്രാഫ് തന്നേക്കുക, കണ്ടോ? ഇപ്പം ഇവിടെ കർവ്ഡ് ലൈനിലാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്കൊരു സീക്കൻഡ് വരയ്ക്കാം. ഇവിടെ വരുന്നൊരു ടേമാണ് സീക്കൻഡ്. സീക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? സീക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഇൻ എ കർവ്ഡ് ലൈൻ. ഒരു കർവ്ഡ് ലൈനിൽ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് എന്ത്? സീക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ലൈക്ക് ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. അപ്പോൾ ഈ 2 പോയിന്റ് കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ. ഓക്കെ, കണ്ടോ? ഈ ഒരു ലൈൻ കണ്ടോ? അപ്പോൾ 2 പോയിന്റ്സിനെ കൂടി ജോയിൻ ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനെ പറയുന്ന പേരാണ് എന്ത്? സീക്കൻഡ്. ഈ സീക്കൻഡും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ നോക്കിയാൽ മതി. കാര്യം മനസ്സിലായോ? അപ്പോൾ കർവ്ഡ് ലൈൻ, നമ്മുടെ ഗ്രാഫ് ഒരു കർവ്ഡ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവ്ഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ 2 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനെ പറയുന്ന പേരാണ് എന്ത്? സീക്കൻഡ്. ആ സീക്കൻഡും ഹോറിസോണ്ടൽ നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഹോറിസോണ്ടൽ. ഇതുമായിട്ട് നമ്മൾ തീറ്റ നോക്കുമ്പോൾ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? സീക്കൻഡ് എന്ന് പറയുമ്പോൾ the line joining 2 points in a curved line. 2 points in a curved line. കത്തിയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 2 പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് കൂടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് x2 y2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് m is equal to y2 minus y1 divided by x2 minus x1.
ക്ലിയർ അല്ലേ? അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതായത് രണ്ട് പോയിന്റ്സിൻ്റെ കൂടി നമുക്ക് കോർഡിനേറ്റ്സ് അറിയാവുന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? രണ്ട് y കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യുക ഡിവൈഡ് ബൈ രണ്ട് x കോർഡിനേറ്റ്സ് കൂടി മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷനായി ദാറ്റ് ഈസ് m is equal to y2 minus y1 divided by x2 minus x1 അല്ലെങ്കിൽ delta y divided by delta x. delta y എന്താ? y2 minus y1, delta x എന്താ? x2 minus x1. ക്ലിയർ അല്ലേ? അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഇക്വേഷൻ കണ്ടോ? ഈ ഒരു ഇക്വേഷൻ y by x. ഈ y by x പകരം എന്ത് എഴുതാം നമുക്ക്? ഈ y by x പകരം നമുക്ക് ഇവിടെ ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, രണ്ട് പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ സ്ലോപ്പിൻ്റെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ്? ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി രണ്ട് പോയിന്റ്സ് അല്ല, നമുക്ക് ഒറ്റ പോയിന്റ് അറിയത്തുള്ളൂ. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ നമ്മുടെ പഴയ അതേ ഷേപ്പ്, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ ഓക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിലെ ടാൻജൻറ്റ്, ഈ ഒരു പോയിന്റിലെ കോർഡിനേറ്റ് ആണ് നമുക്ക് വേണ്ടത്, ഈ ഒരു പോയിന്റിലെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഒരു ടാൻജൻറ്റ് എങ്ങനെ വരയ്ക്കുന്നതൊക്കെ അറിയാമല്ലോ. ടാൻജൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ അല്ലേ? ഇതാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടാൻജൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ, ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ലോപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുക, അപ്പോൾ സ്ലോപ്പായി. കർവ്ഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സീക്കൻഡ് വരയ്ക്കണം അല്ലെങ്കിൽ ടാൻജൻറ്റ് വരയ്ക്കണം. രണ്ട് പോയിന്റ്സ് നമുക്കറിയാം, രണ്ട് പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ സീക്കൻഡ് വരയ്ക്കാം. ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിലെ സ്ലോപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ ടാൻജൻറ്റും പിന്നെ ഈ പറഞ്ഞ എക്സ് ആക്സിസുമായിട്ടുള്ള തീറ്റ ആയിരിക്കും അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ടാൻ തീറ്റ സ്ലോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി കേർഡ് ലൈനിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ എന്തിനാ അങ്ങനെ കേർഡ് ലൈനിൽ നമ്മൾ സീക്കൻഡ് ടാൻജൻ്റ് ഒക്കെ വരയ്ക്കുന്നത്? കാരണം കേർഡ് ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സ്ട്രെയിറ്റ് ലൈന് നമ്മൾ നേരെ ജസ്റ്റ് എക്സ് ആക്സിസ് ആയിട്ട് കമ്പയർ ചെയ്ത് പോയി. പക്ഷെ നമ്മൾ കേർഡ് ലൈൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ടാൻജൻറ്റ് സീക്കൻഡ് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം സ്ട്രെയിറ്റ് ലൈനിൽ എല്ലാ പോയിന്റിലും സ്ലോപ്പ് സെയിം ആണ്. പക്ഷെ കേർഡ് ലൈൻ ആകുമ്പോൾ ഓരോ പോയിന്റിൽ ഈ പറഞ്ഞ ഈ സ്ലോപ്പിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇതൊന്ന് നോക്കിയേ, ഇതാണ് നമ്മുടെ കേർഡ് ലൈൻ എന്ന് വിചാരിക്കുന്നത്. ഇത് ഓക്കെ. അപ്പോൾ ഈ കേസിൽ എല്ലാ പോയിന്റിലും സ്ലോപ്പ് സെയിം ആണോ? സ്ലോപ്പ് സെയിം അല്ല. നോക്കിയേ, ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യാം. ഇതൊരു പോയിന്റ് ബി അല്ല പോയിന്റ് എ, ഈ ഒരു പോയിന്റ് ബി. ഈ രണ്ട് പോയിന്റിൽ നമുക്ക് എന്താ വേണ്ടേ? സ്ലോപ്പാണ് വേണ്ടത്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഒന്നുകിൽ നമുക്ക് ഒരു പോയിന്റിലാണ് വേണ്ടതെങ്കിൽ ടാൻജൻറ്റ് വരയ്ക്കുക, രണ്ട് പോയിന്റ്സിലാണെന്നുണ്ടെങ്കിൽ സീക്കൻഡ് വരയ്ക്കുക. ഇപ്പം നമുക്കൊരു എ പോയിന്റിൽ സ്ലോപ്പാണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി അല്ലേ? അപ്പോൾ അതേ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക കണ്ടോ? ഓക്കെ, ഈ ടാൻജൻറ്റും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ അല്ലേ? അപ്പോൾ ഇതായിരിക്കും എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഈ തീറ്റ കണ്ടോ? ഇതാണ് തീറ്റ എ. ഓക്കെ, ഇനി ബി പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ അതെ ബി പോയിന്റിലെ ടാൻജൻറ്റ് കണ്ടോ? ഓക്കെ, ഈ ടാൻജൻറ്റും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ കണ്ടോ? ഇത് തീറ്റ 2 അല്ല തീറ്റ ബി. നോക്കിയേ, രണ്ട് ആംഗിൾ സെയിം ആണോ? നോക്കിയേ, രണ്ട് ആംഗിൾ സെയിം ആണോ? രണ്ടിൻ്റെ തീറ്റ സെയിം ആണോ? അല്ലല്ലോ. തീറ്റ എ കുറേ കൂടി വലുതാണ് അല്ലേ? തീറ്റ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട് കണ്ടോ? തീറ്റ എ ഇത്രയും ഉണ്ട്, പക്ഷേ തീറ്റ 2 എത്രയേ ഉള്ളൂ? കുറച്ചേ ഉള്ളൂ കണ്ടോ? ശരിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ നമ്മൾ ഈ ഗ്രാഫിൽ നോക്കിയാലേ താഴത്തെ പോയിന്റ് ബി പോയിന്റിൽ സ്ലോപ്പ് കുറവാണ്.
കാരണം അവിടെ തീറ്റ കുറവാണ്. ക്ലിയർ അല്ലേ? അതേസമയം നമ്മൾ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് ഇത് നോക്കിയാൽ സെക്കൻഡ് മുകളിലത്തെ എ പോയിന്റിൽ സ്ലോപ്പ് പിന്നെയും കുറേ കൂടി കൂടുതലാണ്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ബിയിൽ ഇത്രയേ ഉള്ളൂ ആംഗിൾ, എ ആകുമ്പോൾ ഇത്രയേ ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് തീറ്റ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീറ്റ കൂടുമ്പോൾ സ്ലോപ്പ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ എല്ലാ പോയിന്റിലും ടാൻജൻറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് നോക്കിയേ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എങ്ങനെ വന്നേനെ? സ്ട്രേറ്റ് ലൈൻ ഒന്ന് കമ്പയർ ചെയ്ത്, ഇതാണ് നമ്മളൊരു പോയിന്റ്, ഇത് പോയിന്റ്, ഇത് ഒരു പോയിന്റ്, ഇത് പോയിന്റ് എ, പോയിന്റ് ബി. രണ്ട് പോയിന്റിലും നമ്മൾ സ്ലോപ്പ് ഒന്ന് കമ്പയർ ചെയ്ത് എന്താ ചെയ്യേണ്ടത്? എക്സ് ആക്സിസുമായിട്ട്, ഇത് സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ടാൻജൻറ്റ് ഇത് വേണ്ട, ജസ്റ്റ് എക്സ് ആക്സിസുമായിട്ട് ഇത് കമ്പയർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അത് ഇവിടുത്തെ തീറ്റ, ഇതാണ് തീറ്റ, കണ്ടോ? കണ്ടോ? അത് ഈ തീറ്റയും ഇതുമായിട്ടുള്ള തീറ്റ, ഈ തീറ്റ, രണ്ട് തീറ്റ സെയിം അല്ലേന്ന് നോക്കിയേ. രണ്ട് തീറ്റ എങ്ങനെയാണ്? സെയിം ആണ്. അതാണ് പറഞ്ഞത്, സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ എല്ലാ പോയിന്റിലും തീറ്റ സെയിം ആണ്. അപ്പോൾ തീറ്റ സെയിം ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, കാരണം ടാൻ തീറ്റൻ്റെ വാല്യൂ സെയിം ആണ്. പക്ഷെ കർവ്ഡ് ഗ്രാഫ് ആകുമ്പോഴത്തേക്കും ഓരോ പോയിന്റിലും തീറ്റൻ്റെ വാല്യൂ വ്യത്യാസമാണ്. തീറ്റ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏത് പോയിന്റിലാണ് സ്ലോപ്പ് വേണ്ടത് ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ ആ ടാൻജൻറ്റും എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് എന്ത്? തീറ്റ. അത് ഓരോ ഗ്രാഫിന് കൂടുതൽ വ്യത്യാസമാണ്. നോക്കി, ഈ ഗ്രാഫിൽ നമ്മൾ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് തീറ്റ കൂടിക്കൊണ്ടിരിക്കുക, അപ്പോൾ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇവിടുന്ന് നടന്നു തുടങ്ങിയാൽ ഈ താഴത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് നടക്കുന്നതനുസരിച്ച് കുറേ കൂടി പാടായിരിക്കും. താഴെ നടക്കുമ്പോൾ കുറേ താഴോട്ട് കയറുമ്പോൾ കുറേ കൂടി എളുപ്പമായിരിക്കും. നമ്മൾ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക, തീറ്റ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ കൂടി കയറാനായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി? നമ്മൾ ഈ മലപ്രദേശത്തൊക്കെ കയറുമ്പോഴത്തേക്ക് നമ്മൾ സ്ലോപ്പ് മുകളിലോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ കയറാൻ പറ്റത്തില്ല. ആ ഒരു കേസാണിത്. അപ്പോൾ താഴെ സ്ലോപ്പ് കുറവാണ്, അപ്പോൾ കയറാൻ എളുപ്പമാണ്. മുകളിലോട്ട് സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക, അപ്പോൾ കയറാനേ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? കർവ്ഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിന് കൂടി ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തതല്ലേ ഉള്ളൂ. ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ഈ രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ലോപ്പ് ഒന്ന് കമ്പയർ ചെയ്യാവോ? എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അപ്പോൾ ജസ്റ്റ് എക്സ് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്താൽ മതിയല്ലോ. സെക്കൻഡ് ഗ്രാഫിൻ്റെ തീറ്റ 2 ഇതാണ്, ഫസ്റ്റ് ഗ്രാഫിൻ്റെ തീറ്റ 1 ഇതാണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോഴത്തേക്കും തീറ്റ കൂടുന്നതനുസരിച്ച് സ്ലോപ്പ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ കേസിൽ തീറ്റ 1 ഗ്രേറ്റർ ദാൻ തീറ്റ 2 ആണ്, പക്ഷേ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് ഓഫ് 1 ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് 2 ആയിരിക്കും. കാരണം തീറ്റ എന്തായി പോയി? കൂടുതൽ നെഗറ്റീവായി. ഇപ്പോൾ തീറ്റ വാല്യൂ കൂടുമ്പോൾ കൂടുതൽ നെഗറ്റീവ്. അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയറാൻ എവിടെ പാട്. സെക്കൻഡ് ഗ്രാഫിൽ കുറേ കൂടി കുത്തനാണ് നിൽക്കുന്നത് അല്ലേ. സെക്കൻഡ് ഗ്രാഫിൽ കുറേ കൂടി കയറാൻ കുറേ കൂടി ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും അത്രയും ഡിഫിക്കൽട്ട് അല്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റിൽ സ്ലോപ്പ് കുറേ കൂടി കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തേ. ഇതൊരു വല്ലാത്തൊരു കുന്നു പോലത്തെ ഒരു ഗ്രാഫ് തന്നേക്കുകയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് നമുക്ക് എഴുതാം. പോയിന്റ് എന്തെങ്കിലും പേരിട്ട് കൊടുക്കുക, ലൈക്ക് എ, ബി, സി, ഡി, ഇ, എഫ്, ജി. അങ്ങനെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്ലോപ്പാണ് വേണ്ടത്. ഓക്കെ, സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണെന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. എങ്ങനെ ചെയ്യും? ഇത് കർവ്ഡ് ഗ്രാഫ് അല്ലേ. അപ്പോൾ കർവ്ഡ് ഗ്രാഫ് ആകുമ്പോൾ എന്താ ചെയ്യുക? കർവ്ഡ് ഗ്രാഫ് ആകുമ്പോൾ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി അല്ലേ. ടാൻജൻറ്റ് വരച്ച് നോക്കി. എ ഗ്രാഫിൽ ടാൻജൻറ്റ് എങ്ങനെ വരും? ഇതല്ലേ ടാൻജൻറ്റ് അല്ലേ. അപ്പോൾ ഇത് എക്സ് ആക്സിസുമായിട്ടുള്ള തീറ്റ കണ്ട, ഈ തീറ്റ ഇതെങ്ങനെയാണ്? ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ. ബി പോയിന്റിലെ ടാൻജൻറ്റ് വരച്ചേ. ബി പോയിന്റിലെ ടാൻജൻറ്റ് എങ്ങനെയാണ്? അത് ഹൊറിസോണ്ടലുമായിട്ട് 0 ഡിഗ്രി അല്ലേ. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് 0 ആയിരിക്കും. അടുത്തത് സി പോയിന്റിൽ എങ്ങനെ വരും? ഇതാണ് ടാൻജൻറ്റ് അല്ലേ. ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ അങ്ങനെ ഇവിടെ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ.
ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് ഡി. ഡി ആകുമ്പോൾ എങ്ങനെ പിന്നെയും ഹൊറിസോണ്ടൽ ആയിപ്പോയി. അപ്പോൾ എം ഇസ് ഈക്വൽ ടു 0 ആണ്. ഇ ആകുമ്പോഴോ, ഇ ആകുമ്പോൾ സെയിം അത് എൻ്റെ അതേ കേസാണ് അല്ലേ. തീറ്റ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് തീറ്റ, ഇതാണ് തീറ്റ. ഈ തീറ്റ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? തീറ്റ അങ്ങനെ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. എഫ് ആകുമ്പോൾ ഹോറിസോണ്ടൽ തന്നെ വരും ടാൻജൻറ്റ്. അപ്പോൾ സ്ലോപ്പ് എങ്ങനെയാണ്? 0 ആണ്, ബിക്കോസ് തീറ്റ 0 ആണ്. ജി ആകുമ്പോൾ ഇതാണ് ടാൻജൻറ്റ്, എക്സ് ആക്സിസ് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്ലോപ്പ്. ഓക്കെ ഓക്കെ സോ ഇതുവരെ ക്ലിയർ ആണല്ലോ. സോ ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത ടോപ്പിക്കാണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. എടാ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്നിരിക്കട്ടെ, പഴയ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ഇതിൽ y എന്താണ്? y നമ്മുടെ y കോർഡിനേറ്റ് ആണെന്ന് നമുക്കറിയാം. x എന്താണ്? x കോർഡിനേറ്റ് ആണെന്ന് അറിയാം. m എന്താ? m നമ്മൾ പഠിച്ചു. m എന്താണ്? m സ്ലോപ്പാണ്. ഈ c കണ്ടോ? ഈ c ഇസ് കോൾഡ് ആസ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. ഇറ്റ് ഇസ് കോൾഡ് ആസ് y ഇൻ്റർസെപ്റ്റ്. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ ഗ്രാഫ് ഇതാന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ? y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക അല്ലേ. അപ്പോൾ ഹോറിസോണ്ടൽ ലൈനിൽ ഈ തീറ്റൻ്റെ ടാൻ ആണ് എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം അല്ലേ. y ഇൻ്റർസെപ്റ്റ് എന്താണെന്നറിയോ? y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ ആണ് സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ആണ് എന്ത്? ഇൻ്റർസെപ്റ്റ് സി, അല്ലെങ്കിൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 വരുന്ന അവിടെ, ഇത് ഇവിടെ അല്ലേ എക്സിൻ്റെ വാല്യൂ 0 എന്ന് വരുന്നത്. ഈ കേസിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ കേസിൽ വൈൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ 0 എന്ന് പൊട്ടി ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ ഇതല്ലേ. അപ്പോൾ ദിസ് ഇസ് കോൾഡ് ആസ് എന്ത്? y ഇൻ്റർസെപ്റ്റ് സി എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റെഡിയാവും. ഒന്ന് നോക്കിയോ. നമുക്കിതുപോലത്തെ 6 ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് ജനറൽ ഇക്വേഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ജനറൽ ഇക്വേഷൻ എന്താ? y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. നോക്കിയേ, നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. വൈറ്റ് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്നിരിക്കട്ടെ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, വരച്ചപ്പോൾ അതിങ്ങനെ ആയിപ്പോയി. ഓക്കെ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ ഈസ് y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ഈ കേസിൽ നോക്കി എക്സിൻ്റെ വാല്യൂ 0 എന്ന് വരുമ്പോൾ, നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ ഇവിടെ വൈൻ്റെ വാല്യൂ 0 തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഇസ് y ഇസ് ഈക്വൽ ടു mx എന്ന് വരും. ഓക്കെ, സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്ലോപ്പ് നോക്കുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണ് അല്ലേ. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നേരത്ത് ഇവിടെ തീറ്റ എന്താണ്? തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്താണ്? y ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് കിട്ടി? ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഈസ് y ഇസ് ഈക്വൽ ടു പോസിറ്റീവ് mx എന്ന് കിട്ടി. കാര്യം മനസ്സിലായാലോ? ഓക്കെ അല്ലേ. ഇതുപോലെ നമുക്ക് 6 ഇക്വേഷൻ, ആ ഒറ്റ ഇക്വേഷനിൽ തന്നെ 6 ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ജനറൽ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ ഈസ് y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ശരിയല്ലേ? അതേസമയം ഗ്രാഫ് ഇങ്ങനെ ആണെങ്കിലോ, നമ്മുടെ ഗ്രാഫ് ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കും, ഇതാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ജനറൽ ഇക്വേഷൻ എന്താ? ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ല, y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്ലോപ്പ് നോക്കുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് തന്നെ അല്ലേ. കാരണം തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെയും സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും?
ദാറ്റ് ഇസ് y ഈസ് ഈക്വൽ ടു ഇത് ഇവിടെ സീൻ്റെ വാല്യൂ കണ്ടോ, ഇവിടെ ഈ ഗ്രാഫിൽ സീൻ്റെ വാല്യൂ 0 അല്ല, ശരിയല്ലേ? കാരണം നോക്കിയത് നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പൊട്ട് ചെയ്യുമ്പോൾ സീൻ്റെ വാല്യൂ ഇതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? y ഈസ് ഈക്വൽ ടു പോസിറ്റീവ് mx പ്ലസ് സി എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ? ഇതിന് പോസിറ്റീവ് സി ഇതാണ് പോസിറ്റീവ് സി, കണ്ടോ കത്തുന്നുണ്ടല്ലോ. എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ ഇവിടെ വൈൻ്റെ വാല്യൂ 0 അല്ല, വൈൻ്റെ വാല്യൂ ഒരു സി ആണ്. വേണമെങ്കിൽ ഇക്വേഷൻ അത് പുട്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ സി ആണ്, 0 അല്ല. ക്ലിയർ അല്ലേ? ഇനി ഗ്രാഫ് ഇങ്ങനെ ആണെങ്കിലോ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇത് വേണം താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗ്രാഫെങ്കിലോ, അപ്പോൾ ഇക്വേഷൻ എന്ത് വരും നോക്കിയേ, ഇവിടെ y കോർഡിനേറ്റ് നെഗറ്റീവ് ആയി പോയല്ലേ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ സി, കണ്ടോ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ ഇവിടെ മൈനസ് സി ആണ്, കണ്ടോ താഴോട്ടല്ലേ, അപ്പോൾ മൈനസ് സി. അപ്പോൾ ഇതിന് ഇക്വേഷൻ എന്ത് വരും? y ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇപ്പോഴും പോസിറ്റീവ് തന്നെ അല്ലേ, സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ്, കാരണം തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ പോസിറ്റീവ് mx മൈനസ് സി എന്ന് വരും, കണ്ടോ. അപ്പോൾ അങ്ങനെ 3 ഇക്വേഷനായി. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ y ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. കാരണം y ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാഫ് y ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് ആണ്, ഇത്ര ഓർത്താൽ മതി. എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ ആണ് എന്ത്? y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രാഫ് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ, ഈ കേസിൽ ഈ ഗ്രാഫ് y ആക്സിസ് എവിടെ ടച്ച് ചെയ്യുന്നത്? ഒറിജിനിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എന്താ? 0 ആണ്. അതേസമയത്ത് ഈ കേസിൽ ഗ്രാഫ് ഇവിടാണ് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ അതിന് y ഇൻ്റർസെപ്റ്റ് ഉണ്ട്, അത് പോസിറ്റീവ് ആണ്. ഈ കേസിൽ ഗ്രാഫ് y ആക്സിസ് താഴോട്ടാണ് ഇപ്പോൾ ടച്ച് ചെയ്യുന്നത്, താഴത്തെ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ y ഇൻ്റർസെപ്റ്റ് മൈനസ് ചെയ്യുന്ന വരും. ക്ലിയർ ആണല്ലോ? 3 ഇക്വേഷനായി. ഇനി ഗ്രാഫ് ഇങ്ങനെ ആണെങ്കിലോ നോക്കിയേ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇത് കണ്ടോ, അപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഒന്ന് നോക്കിയേ, ഈ ഇക്വേഷൻ പറയാമോ? ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ജനറൽ ഇക്വേഷൻ എന്താ? y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി ആണല്ലേ. ഈ കേസിൽ ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നല്ലേ, അപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ 0 തന്നെയാണ് അല്ലേ. അതായത് ഗ്രാഫ് y ആക്സിൽ ടച്ച് ചെയ്യുന്ന എവിടെ? ഒറിജിനിൽ തന്നെ, അപ്പോൾ 0 0 ആണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? സ്ലോപ്പ് എന്താ? സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണല്ലേ. കാരണം നമ്മളിത് ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുന്നു, അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്, എങ്ങനെ വരും? തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ കേസിൽ m എന്താ? m ഇസ് നെഗറ്റീവ് അല്ലേ. m നെഗറ്റീവ് ആണ്, ഇക്വേഷൻ എന്തായി പോകും? സീൻ്റെ വാല്യൂ 0 ഒന്നും കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് വരുന്നത്? y ഈസ് ഈക്വൽ ടു മൈനസ് mx, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, പ്ലസ് 0 എന്ന് വരും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? 0 ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സോ ഇക്വേഷൻ എന്ന് വരും ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു മൈനസ് mx എന്ന് വരും. കത്തുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഗ്രാഫ് ഇങ്ങനെ ആണെങ്കിലോ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇതാണ് കണ്ടോ. അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും? പഴയ ഇത് തന്നെ. സ്ലോപ്പ് എന്താ? സ്ലോപ്പ് നെഗറ്റീവ് ആണ് അല്ലേ, കാരണം തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവായി പോകും. y ഇൻ്റർസെപ്റ്റ് ചെയ്താൽ y ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് അല്ലേ, ഇതാണ് ഗ്രാഫ്. y ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇത് മുകളിലല്ലേ, ഒറിജിനിൽ നിന്ന് മുകളിലേക്കാണ്, പ്ലസ് y ആക്സിസിലാണ്. അപ്പോൾ പ്ലസ് സി അല്ലേ ഇവിടെ ഇൻ്റർസെപ്റ്റ്. y ഇൻ്റർസെപ്റ്റ് ഇവിടെ 0 അല്ല, പ്ലസ് സി ആണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഈ ഗ്രാഫിൻ്റെ ഇക്വേഷൻ വിൽ ബി y ഈസ് ഈക്വൽ ടു, ഈ ലൈനിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം. y ഈസ് ഈക്വൽ ടു സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് എക്സ്, പക്ഷേ y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണ്. കത്തുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ ഗ്രാഫ്, കണ്ടോ? ഓക്കെ, സോ ഇവിടെയും സെയിം കഥ തന്നെ അല്ലേ.
സ്ലോപ്പ് എങ്ങനെയായിരിക്കും? സ്ലോപ്പ് നെഗറ്റീവ് കാരണം തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? സ്ലോപ്പ് ഈസ് നെഗറ്റീവ് അല്ലേ? പിന്നെ വൈ ഇൻ്റർസെപ്റ്റ് ചെയ്താൽ ഈ ഗ്രാഫ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അത് ഏത് പോയിന്റാണ്? ഈ പോയിന്റ് അല്ലേ? ഈ പോയിന്റിലാണല്ലേ ടച്ച് ചെയ്യുന്നത്? ഈ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അത് മൈനസ് വൈ ആക്സിസിലാണ്, ഒറിജിനിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ ഇതാണ് കണ്ടോ, ഇതെന്താ? ഇത് -c അല്ലേ? -c ആണ്. അപ്പോൾ ഇവിടെ വൈ ഇൻ്റർസെപ്റ്റ് എന്താ? നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു സ്ലോപ്പും നെഗറ്റീവ് ആണ്, പിന്നെ വൈ ഇൻ്റർസെപ്റ്റും നെഗറ്റീവ് ആണ്. കത്തിയല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പം 6 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, വേണം ഒറ്റയടിക്ക് എല്ലാം ഒന്നിച്ച് വരയ്ക്കാം. നോക്കിയേ, മനസ്സിലായില്ലെങ്കിൽ ഇത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ കത്തും. നോക്കിയേ, ഇത് ഈ ഗ്രാഫിൻ്റെ ഇക്വേഷൻ പറയാതെ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ വൈ ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? വൈ ഇൻ്റർസെപ്റ്റ് 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്താ? വൈ ഈസ് ഈക്വൽ ടു mx എന്ന് വരും. ശരിയാണല്ലോ? പോസിറ്റീവ് mx എന്ന് വരും. ക്ലിയർ അല്ലേ? ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ? ഓക്കെ, ഇവിടെയും എങ്ങനെ തന്നെ 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. വൈ ഇൻ്റർസെപ്റ്റ് ഉണ്ട്, ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ്, അത് +c ആണ്. ശരിയല്ലേ? മുകളിലേക്കാണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് mx + c എന്ന് വരും. കത്തിയല്ലോ? ഇതാണെങ്കിലോ ഗ്രാഫ്? ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാഫെങ്കിൽ സെയിം തന്നെ. ഗ്രാഫ് താഴോട്ടാണെങ്കിൽ സെയിം തന്നെ. സ്ലോപ്പ് വരയ്ക്കുമ്പോൾ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി, അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണ് അല്ലേ? സ്ലോപ്പ് പോസിറ്റീവ് ആണ്, പക്ഷേ വൈ ഇൻ്റർസെപ്റ്റൂടെ താഴെയാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് എന്ന് വരും. അപ്പോൾ വൈ ഈസ് ഈക്വൽ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു mx - c എന്ന് വരും. കത്തിയല്ലോ? ഇനി ഇതാണെങ്കിലോ ഗ്രാഫ്? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനെയാണെങ്കിലോ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഇപ്പം നെഗറ്റീവ്, ഇപ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നിന്നാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? സ്ലോപ്പ് എന്താ? ഈ കേസിൽ സ്ലോപ്പ് നെഗറ്റീവ് ആണല്ലേ? കാരണം തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. കത്തുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. പിന്നെ ഈ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ c എന്തായിരിക്കും? വൈ ഇൻ്റർസെപ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്ത് വരുന്നുണ്ട്? വൈ ഈസ് ഈക്വൽ ടു -mx എന്ന് വരും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ഗ്രാഫ് ഇതാണെങ്കിലോ ഗ്രാഫ് അല്ലേ? അപ്പോൾ ഈ കേസിൽ പറ എന്താണ്? വൈ ഇൻ്റർസെപ്റ്റ് ഉണ്ടല്ലോ, വൈ ഇൻ്റർസെപ്റ്റ് പോസിറ്റീവാണ് അല്ലേ? ഓക്കെ, ഒറ്റയടിക്ക് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കേസിൽ വൈ ഇൻ്റർസെപ്റ്റ് എന്ത് വരും? വൈ ഇൻ്റർസെപ്റ്റ് വിൽ ബി പോസിറ്റീവ്. അതെന്താ? ഓക്കെ, സോ ഇതെന്താ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് വൈ ഇൻ്റർസെപ്റ്റ് ആണല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് നെഗറ്റീവ് ആണ് അല്ലേ? സി ഇൻ്റർസെപ്റ്റ് എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു -mx + c എന്ന് വരും. ഓക്കെ അല്ലേ? ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ? ഇതാണെങ്കിലോ ഗ്രാഫ്? അപ്പോൾ സി ഇൻ്റർസെപ്റ്റ് ചെയ്താൽ ഇതാണ് സി ഇൻ്റർസെപ്റ്റ് അല്ലേ? ഇവിടുന്ന് താഴോട്ടാണ് ടച്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് സി ഇൻ്റർസെപ്റ്റ്. -c എന്ന് വരും അല്ലേ? സ്ലോപ്പ് എങ്ങനെയാ? സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയതുകൊണ്ട് സ്ലോപ്പ് ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ്, സീൻ്റെ വാല്യൂ നെഗറ്റീവ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -m - c എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇക്വേഷന് ജസ്റ്റ് ഞാൻ ഒറ്റ ഗ്രാഫിൽ തന്നെ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുളമായി പോയെന്ന് എനിക്കറിയാം. കത്തിയല്ലോ? ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു mx, വൈ ഈസ് ഈക്വൽ ടു mx - c, വൈ ഈസ് ഈക്വൽ ടു mx + c. പിന്നെ ഇതെന്തായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു -mx, വൈ ഈസ് ഈക്വൽ ടു -mx + c, വൈ ഈസ് ഈക്വൽ ടു -mx - c. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. x + y = 2 ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണോ
അതോ വേറെ എന്തെങ്കിലും ഷേപ്പ് ആണോ നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ അറിയാം, y = mx + c. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, y = -x + 2 ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയേ അല്ലേ. ഇങ്ങനെ എഴുതാമല്ലോ ഇതിനെ, y = -2x + c എന്ന് എഴുതാമല്ലോ. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, ജനറൽ ഇക്വേഷൻ എന്താ, അതായത് y = mx + c ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ വരുന്ന ഈ ടേം ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ കൂടെ എന്താ വന്നേക്കുന്നത്, -1 അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്താ, m = -1 ആണ്. കത്തുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. കാരണം ഇവിടെ എക്സിൻ്റെ കൂടെ വരുന്ന നമ്പർ ഏതാ, എക്സിൻ്റെ കൂടെ വരുന്ന നമ്പർ -1 ആണ്, എക്സിൻ്റെ കൂടെ വരുന്നത് സ്ലോപ്പ് ആണ് അല്ലേ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -1 ആണെന്ന് മനസ്സിലായി. പിന്നെ ഈ 2 എന്തായിരിക്കും, സീൻ്റെ വാല്യൂ ആണല്ലേ, സീൻ്റെ പകരം ഇവിടെ 2 ആണ് വന്നേക്കുന്നത്. അപ്പോൾ സീൻ്റെ വാല്യൂ കിട്ടി, സീൻ്റെ വാല്യൂ എന്താ, സീൻ്റെ വാല്യൂ +2 ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് ഏത് ഗ്രാഫ് ആയിരിക്കും, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, പക്ഷേ y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ്. അപ്പോൾ എങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെ വരയ്ക്കും അല്ലെ, എങ്ങനെയായിരിക്കും, y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് അല്ലേ, y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മുകളിലായിരിക്കും വരുന്നത് അല്ലേ. ഇനി സ്ലോപ്പ് എങ്ങനെയാണ്, സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും, സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ്, ഇതാണ് ഗ്രാഫ്, മനസ്സിലായല്ലോ, ഓക്കെ അല്ലേ. ഇതിൽ ഈ വാല്യൂ എത്രയാ, ഇതാണ് y ഇൻ്റർസെപ്റ്റ് അല്ലേ, അതായത് ഗ്രാഫ് ടച്ച് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റ് ആണ് എന്ത്, ഈ പോയിന്റ് ആണ് നമ്മുടെ എന്ത്, y ഇൻ്റർസെപ്റ്റ്. ഇതിൻ്റെ വാല്യൂ എത്ര നമുക്കറിയാം, ദാറ്റ് ഈസ് -2 ആണെന്നറിയാം. കത്തിയല്ലോ, c = -2 അല്ലേ, +2, സീൻ്റെ വാല്യൂ +2 ആണ്. ക്ലിയർ അല്ലേ, ഓക്കെ ആണല്ലോ. സ്ലോപ്പിൻ്റെ വാല്യൂ എത്ര, ഇവിടെ ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ -1 എന്ന് വരും, നമുക്ക് -1 ആണെന്നറിയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ഈ പോയിന്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ, ഈ വാല്യൂവിൽ y കോർഡിനേറ്റ് 0 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിയാൽ മതി. ഈ കേസിൽ ഈ വാല്യൂ വേണം ഇക്വേഷനകത്തെ വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ y = -x + 2 എന്ന് വരും. അപ്പോൾ x +2 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ വാല്യൂ 2 ആണ്. കത്തുന്നുണ്ടല്ലോ, അത് വേണം ഇക്വേഷനകത്ത് പുട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കുക, കാരണം ഈ പോയിന്റിൽ y കോർഡിനേറ്റ് 0, x കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ +2 ആണ് വരുന്നത്. അപ്പോൾ ഈ വാല്യൂ 2 ആണ്. കത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ കാണുമ്പോഴത്തേക്കോ സ്ട്രെയിറ്റ് ലൈൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, വേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 2y + 3x = 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കിയേ. എന്താ ചെയ്യുക, നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താ, y = mx + c അല്ലേ. അപ്പോൾ ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. വേണമെങ്കിൽ ഇതിനെ 2y = -3x + 2 ആയിട്ട് എഴുതാമല്ലോ. ഓക്കെ അല്ലേ. ഇനി ഒരു കാര്യം ചെയ്ത് ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2y = ഇത് -3/2x + 1 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടി, y = -3/2 + 1. ഓക്കെ ആണല്ലോ അല്ലേ. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്താൽ മതി, കഴിഞ്ഞു അല്ലേ. ഇത് ഇവിടെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്താ, സ്ലോപ്പിൻ്റെ വാല്യൂ m = -3/2 ആണ് അല്ലേ. പിന്നെ y ഇൻ്റർസെപ്റ്റ് എന്താ, y ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ +1 ആണ്. ബാക്കി സെയിം തന്നെ, ഗ്രാഫ് വരച്ചിട്ട് പ്ലോട്ട് ചെയ്താൽ മതി അല്ലേ. എങ്ങനെയായിരിക്കും, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, പക്ഷെ എന്താണ് മറ്റേ സി ഇൻ്റർസെപ്റ്റ് പോസിറ്റീവാണ്. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ, രണ്ടും സെയിം ആയിപ്പോയി അല്ലേ. ഒരു വേണേ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ വാല്യൂ ഒരു കാര്യം ചെയ്ത് -2 ആയിട്ട് എടുക്കുക. രണ്ട് സെയിം വാല്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണേൽ -2 ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ -2 എന്ന് വരും, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇത് -1 എന്നാവും അല്ലേ. ഇതിൻ്റെ വാല്യൂ -1 എന്ന് വരും, -1. കാരണം നേരത്തെ ഇക്വേഷനിൽ നമ്മൾ ഗ്രാഫ് വരച്ചപ്പം സി ഇൻ്റർസെപ്റ്റ് പോസിറ്റീവായിട്ട് എടുത്തത്, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് എടുത്താൽ മതി. ഓക്കെ, വേറൊരു ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് സെയിം ആണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേ നോക്കി, y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവ്, സ്ലോപ്പ് നെഗറ്റീവ്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, y ഇൻ്റർസെപ്റ്റ് താഴെ, അപ്പോൾ ഗ്രാഫ് താഴെ കൂടെ പാസ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ ആയിരിക്കും, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും, സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും,
ഗ്രാഫ് വിൽ ബി ദിസ്. ഇത് ഇങ്ങനെ ആയിരിക്കും. സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിൻ്റെ വാല്യൂ ഒക്കെ എത്രയാണെന്ന് പറ. സ്ലോപ്പിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ m is equal to എത്രയായിരുന്നു? -3/2 അല്ലേ? സ്ലോപ്പിൻ്റെ വാല്യൂ -3/2. ഈ സി ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ സി ഇൻ്റർസെപ്റ്റ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ദിസ് ഇസ് -1 ആണ്. വേണേൽ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വാല്യൂ എത്ര ആയിരിക്കും പറയാമോ? എക്സിൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കിയാൽ, വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കിയാൽ മതി ഇക്വേഷനിൽ. ഓക്കെ, എക്സും കൂടി ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷനിൽ വേണം വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്ത് നോക്കിയാൽ മതി. വൈൻ്റെ വാല്യൂ 0 എന്ന് പുട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? -2/3 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഈ വാല്യൂ -2/3 ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് F is equal to ma. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ ഇക്വേഷൻ പഠിക്കും. അല്ലെങ്കിൽ P is equal to mv അല്ലെ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഗ്രാഫ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണോ അല്ലേ നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയത് y is equal to mx എന്ന് പറയുന്ന ഫോർമാറ്റ് അല്ലേ, mx + c. ഇതിൽ സീൻ്റെ വാല്യൂ എന്താ? സീൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എഫും എയുടെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഫും ഇത് എ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പാസിങ് ത്രൂ ഒറിജിൻ. കാരണം ഇവിടെ y ഇൻ്റർസെപ്റ്റ് എന്താ? y ഇൻ്റർസെപ്റ്റ് 0 അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? ഇത് എങ്ങനെ വരും? ഓക്കെ അല്ലേ? ഇതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പ് നമ്മുടെ മാസ് തന്നെ ആയിരിക്കും. കത്തുന്നുണ്ടോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് പഠിച്ചത്. ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കിയേ, P is equal to mv. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത്ര ഓർത്താൽ മതി. അതായത് രണ്ടിൻ്റെയും മാക്സിമം പവർ 1 ആയിരിക്കണം. ഓക്കെ, അതായത് y is equal to mx + c നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇവിടെ y കോർഡിനേറ്റും x കോർഡിനേറ്റിൻ്റെ പവർ എന്താണ്? 1 ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ x കോർഡിനേറ്റും y കോർഡിനേറ്റിൻ്റെ പവർ 1 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷനിൽ എക്സും വൈൻ്റെ മാക്സിമം പവർ 1 ആണെങ്കിൽ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പവർ 2 വന്നു കഴിഞ്ഞാലാണ് പാരാബോള വരുന്നത്. അത് സ്ക്വയർ വല്ലതും വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ കൈനറ്റിക് എനർജികൾ 1/2 mv² ആണ് വരുന്നത്. അപ്പോൾ അവിടെ 2ൻ്റെ പവർ വന്നു കേട്ടോ, സ്ക്വയർ വന്നു കഴിഞ്ഞാലാണ് പരാബോള അല്ലെങ്കിൽ വേറെ ഷേപ്പിലേക്ക് പോകുന്നത്. എല്ലാ പവറും 1 ആണെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പ് ആയിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. അപ്പോൾ ഇത് മൊമെൻറ്റം P, ഇത് മാസ് V ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ y is equal to mx + c വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് എന്താ? 0 ആണ്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? പാസിങ് ത്രൂ ദ ഒറിജിൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ സ്ലോപ്പ് എന്തെന്നെ വരും? മാസ് m തന്നെ വരും. ഇക്വേഷൻ ഇതാണെങ്കിലോ y is equal to, ഫോർ എക്സാമ്പിൾ v is equal to u + at. ഇതാണെങ്കിൽ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? അപ്പോൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കി ഈ ഇക്വേഷനിൽ എല്ലാത്തിൻ്റെ പവർ 1 ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇനി ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? അല്ലേ, ഗ്രാഫ് എങ്ങനെയായിരിക്കും? y is equal to mx + c വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ വിയും ടീൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. വിയും ടീൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ y is equal to mx + c. ഇതാണ് നമ്മുടെ എക്സ്. കണ്ടോ, ഇത് നമ്മുടെ എക്സ് ആണ്. കാരണം ടി ആണ് നമ്മുടെ എക്സിൻ്റെ ടേംസിലേക്ക് എടുത്തേക്കുന്നത്. വൈന് പകരം ആരാ വന്നേക്കുന്നത്? വൈന് പകരം വി ആ വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ എ ആണ് നമ്മുടെ സ്ലോപ്പ്. സംശയമില്ലല്ലോ, എ നമ്മുടെ സ്ലോപ്പാണ്. യു എന്തുവാ? യു നമ്മുടെ y ഇൻ്റർസെപ്റ്റ് ആണ്, സി ആണ്. അപ്പോൾ ഈ കേസിൽ നോക്കിയേ, സ്ലോപ്പ് പോസിറ്റീവ് ആണ്, y ഇൻ്റർസെപ്റ്റും പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? ഗ്രാഫ് വിൽ ബി ഇങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കും. കത്തുന്നുണ്ടല്ലോ? ഈ വാല്യൂ എന്താ? ഈ വാല്യൂ യു ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വൈക്ക് പകരമാണ് വി വന്നേക്കുന്നത്. y ആക്സിസ് നമ്മൾ വി ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ വൈക്ക് പകരം നമ്മൾ വി ആണ് എടുത്തേക്കുന്നത് അല്ലേ. എക്സിന് പകരം എന്താ? എക്സിന് പകരം ടി ആണ് അല്ലേ. അപ്പോൾ എ എന്താ? ഇവിടെ മാസ് നമ്മുടെ സ്ലോപ്പാണ് നമ്മുടെ ആക്സലറേഷൻ. പിന്നെ y ഇൻ്റർസെപ്റ്റ് ആണ് ഏത്? യു. കത്തിയല്ലോ. ഇക്വേഷൻ ഇങ്ങനെ ആണെങ്കിലോ, ഇൻ കേസ് ഇക്വേഷൻ y is equal to അല്ലെങ്കിൽ പോട്ടെ v is equal to -gt ആണെങ്കിലോ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? സ്ട്രെയിറ്റ് ലൈൻ ആണോ?
സ്ട്രെയിറ്റ് ലൈൻ ആണ്, കാരണം ഗ്രാഫിൽ ആ ഇക്വേഷനിൽ എല്ലാത്തിൻ്റെ പവർ 1 ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിരിക്കും അല്ലേ. ഗ്രാഫ് വരച്ചേ, അങ്ങനെ വരും. വിയും ടീൻ്റെ ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ y = mx + c വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ x അല്ലേ, ഇതാണ് നമ്മുടെ y. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് m ആയിരിക്കും. സി ഇൻ്റർസെപ്റ്റ് എന്താ ഇവിടെ, സി ഇൻ്റർസെപ്റ്റ് 0 ആണ്. സി ഇൻ്റർസെപ്റ്റ് ഇല്ലല്ലോ, സി ഇൻ്റർസെപ്റ്റ് 0 ആണ്. അപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും. പക്ഷേ ഇവിടെ സ്ലോപ്പ് എന്താ, സ്ലോപ്പ് -g അല്ലേ. സ്ലോപ്പ് ഈ കേസിൽ നമ്മുടെ m, സ്ലോപ്പ് ഈസ് -g അല്ലേ. എമ്മിന് പകരം -g ആണ് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും, സെക്കൻഡ് ക്വാഡ്രന്റിൽ കൂടെ പാസ് ചെയ്തില്ലേ. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും, ദിസ് വിൽ ബി ദ ഗ്രാഫ്. കത്തിയല്ലോ, ഓക്കെ അല്ലേ. ഇതിൻ്റെ സ്ലോപ്പ് എന്താ, -g ആണ്. y ഇൻ്റർസെപ്റ്റ് 0 ആണ്. പിന്നെ വിയും ടി അതിൻ്റെ വൈയും എക്സും ആണ്. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിലോ v = u - gt ആണെങ്കിലോ, ഇതാണ് ഇക്വേഷൻ എങ്കിലോ, അപ്പോൾ അതിന് ഗ്രാഫ് എങ്ങനെ വരും. ഇക്വേഷൻ കമ്പയർ ചെയ്ത് y = mx + c, നമ്മുടെ വിയും ടീൻ്റെ സെയിം ഗ്രാഫ് തന്നെ. ഓക്കെ, ഇത് നമ്മുടെ വി, ഇത് ടി. ഗ്രാഫ് എങ്ങനെ വരും നോക്കിയാൽ y = mx + c അല്ലേ. ഇതാണ് നമ്മുടെ എക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്തായിരിക്കും, ഇത് നമ്മുടെ m ആയിരിക്കും അല്ലേ. ഇതെന്താ, ഇത് c ആണ്. ഇതാണ് നമ്മുടെ y എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വൈൻ്റെ വാല്യൂ v എന്ന് കിട്ടി. എമ്മിൻ്റെ വാല്യൂ എന്താ, -g. ഈ കേസിൽ എമ്മിൻ്റെ വാല്യൂ -g ആണ്. എക്സിൻ്റെ വാല്യൂ ടി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. സിയുടെ വാല്യൂ എന്താ, u ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, പക്ഷെ y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, y കോർഡിനേറ്റ് സെക്കൻഡ് ക്വാഡ്രൻ്റ് കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഒറിജിൻ്റെ മുകളിലായിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും, ദിസ് വിൽ ബി ദ ഗ്രാഫ്. അയ്യോ, ദിസ് വിൽ ബി ദ ഗ്രാഫ്. കത്തിയല്ലോ, ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആകെയുള്ള ഇക്വേഷൻ എന്താണ്, y = mx + c ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ സിൻ്റെ വാല്യൂ 0, മറ്റേ y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവ് ആണ് താഴെ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് ഗ്രാഫ്. ഓക്കെ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഈ ഗ്രാഫ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫ് അല്ലേ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സി ഇൻ്റർസെപ്റ്റ് എന്തായാലും 0 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ സി ഇൻ്റർസെപ്റ്റ് 0 ആണ്. പിന്നെ y ആക്സിസ് കൂടെ അല്ലേ, സെക്കൻഡ് ക്വാഡ്രൻ്റ് കൂടെ അല്ല പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അത് നമുക്കറിയാം അല്ലേ, സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. അപ്പോൾ സീൻ്റെ വാല്യൂ 0, സ്ലോപ്പ് നെഗറ്റീവ് വരുന്ന ഓപ്ഷൻ ഇതൊക്കെയാണെന്ന് നോക്കിയേ. സീൻ്റെ വാല്യൂ ഇതൊക്കെ വരുമോ, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡി എന്ന് വരത്തില്ലല്ലോ, കാരണം നമ്മൾ സി കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ബി ആയിരിക്കും അല്ലെ സി ആയിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓപ്ഷൻ സി ആണല്ലേ, കാരണം y ആക്സിസിൽ മറ്റേ സ്ലോപ്പ് നെഗറ്റീവ് വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. വേണേൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ, സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ m = tan θ അല്ലേ. tan θ = tan, ഈ കേസിൽ തീറ്റ എന്താ, തീറ്റ 30 ഡിഗ്രി ആണ് അല്ലേ. tan 30 എത്രയാ, tan 30 ഈസ് 1/√3 ആണ്. ക്ലിയർ അല്ലേ. പക്ഷേ നെഗറ്റീവ് ആംഗിൾ ആണ്, കാരണം ആംഗിൾ താഴോട്ടാണ് അല്ലേ. സ്ലോപ്പ് നെഗറ്റീവ്, ഇതാണ് ആംഗിൾ ആക്ച്വലി. ശരിക്കും ഇത് 120 ഡിഗ്രി താഴോട്ടാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ആക്ച്വലി ആംഗിൾ എടുക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് x ആക്സിസുമായിട്ട് വേണം ആംഗിൾ എടുക്കാൻ. അപ്പോൾ ആക്ച്വലി ആംഗിൾ ഇതാ. ആക്ച്വലി മൊത്തം ആംഗിൾ 120 ഡിഗ്രി ആംഗിൾ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ tan 120 ഡിഗ്രീൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് -1 തന്നെ കിട്ടും. അല്ലെ tan 30 ആയിട്ട് കണ്ടുപിടിച്ചാലും മതി. എന്നിട്ട് അവസാനം അതിനെ നെഗറ്റീവ് എന്ന് പുട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നിന്നാണ് ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഏത് വരും ഇക്വേഷൻ, y = -1/√3 × x + 0. ദാറ്റ് ഈസ് y = -x/√3 എന്ന് വരും. അതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. മനസ്സിലായാലോ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ ഹാവിംഗ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -1/2 പാസിംഗ് ത്രൂ ദി ഒറിജിൻ ഇസ് ഗിവൺ ബൈ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താ, y = mx + c അല്ലേ. ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീൻ്റെ വാല്യൂ എന്താ, സീൻ്റെ വാല്യൂ 0 ആയിപ്പോയി. സ്ലോപ്പ് എന്താ, -1/2 നെഗറ്റീവ് ആണ്. അപ്പോൾ വാല്യൂ പുട്ട് ചെയ്യും. അപ്പോൾ y = -1/2 × x എന്ന് വരും. ശരിയല്ലേ.
അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ 2y പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0 അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഓപ്ഷൻ ബി സി ആൻസർ. ഓക്കെ, കത്തിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ലൈൻ 3x പ്ലസ് 4y ഈക്വൽ ടു 5 വിൽ ബി. ഓക്കെ, ഇത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ആക്ച്വലി നോട്ടായിട്ട് 2 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചാൽ മതി. 2 ലൈൻസ് കൂടി സ്ട്രെയിറ്റ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാര്യം മനസ്സിലായോ? അതായത് ഫസ്റ്റ് പോയിന്റ് എന്താ? ഇഫ് two straight lines are parallel, അപ്പോൾ അവരുടെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്നിരിക്കട്ടെ. ഇത് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ, ഇതൊരു സ്ട്രെയിറ്റ് ലൈന്, അതുമായിട്ട് പാരലൽ വരുന്ന വേറൊരു ലൈന്. അപ്പോൾ രണ്ടിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ m1, ഇതിൻ്റെ വാല്യൂ m2 ആണെന്നുണ്ടെങ്കിൽ m1 ഇസ് ഈക്വൽ ടു m2 ആയിരിക്കും. കാരണം 2 പാരലൽ അല്ലേ. അപ്പോൾ 2 പാരലൽ ആണെങ്കിൽ രണ്ടിൻ്റെ തീറ്റ സെയിം ആയിരിക്കും. തീറ്റ സെയിം ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി 2 ലൈന് കൂടി പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ if two straight line are perpendicular, അങ്ങനെയാണെങ്കിൽ m1 ഇൻറ്റു m2 ഇസ് ഈക്വൽ ടു -1. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. എന്താ പറഞ്ഞ്? ദാറ്റ് ഈസ് 2 സ്ട്രെയിറ്റ് ലൈന് കൂടി പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടിൻ്റെ സ്ലോപ്പ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ലൈന് കൂടി പാരലൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും? സ്ലോപ്പ് സെയിം ആയിരിക്കും. 2 കൂടി പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ 2 കൂടി സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. ഇനി അവരെന്താ പറയുന്നത്? ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 5. ഓക്കെ, എന്താ പറയുന്നത്? നമുക്ക് സെക്കൻഡ് ലൈനാണ് വേണ്ടത്, ഹൂ സ്ലോപ്പ് ഈസ് പെർപെൻഡിക്കുലർ. ഇതുമായിട്ട് പെർപെൻഡിക്കുലർ വരുന്ന വേറൊരു ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിൻ്റെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ത് വരും? നോക്കിയ ഇക്വേഷൻ എന്താ? 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ അത് y ഇസ് ഈക്വൽ ടു mx പ്ലസ് സിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റിക്കേ. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് 4y ഇസ് ഈക്വൽ ടു -3x പ്ലസ് 5 എന്ന് വരത്തില്ലേ. ഇനി ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y ഇസ് ഈക്വൽ ടു -3/4 x ഇസ് ഈക്വൽ പ്ലസ് 5 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്ന ഫോർമാറ്റ് വന്നല്ലോ. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ? എക്സിൻ്റെ കൂടെയുള്ള ടേം നോക്കിയാൽ മതി അല്ലേ. ഇതല്ലേ m, ഇതാണ് m, അത് m1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് m1 ഇസ് ഈക്വൽ എത്രയാ? -3/4. അപ്പോൾ ഇതുമായിട്ട് പെർപെൻഡിക്കുലർ വരുന്ന വേറെ ലൈൻ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യാതെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ? ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കൂടി സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താ? m1ൻ്റെ വാല്യൂ -3/4 ആണ്. അപ്പോൾ -3/4 ഇൻറ്റു m2 ഇസ് ഈക്വൽ എത്രയെന്ന് കിട്ടും? -1 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ -1 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ m2 ഇസ് ഈക്വൽ ടു ഇത് 3/4 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര വരും? 4/3 എന്നാവും അല്ലേ. 4/3 എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ m2ൻ്റെ വാല്യൂ എത്രയാണ്? 4/3. അപ്പോൾ ഇതുമായിട്ട് പെർപെൻഡിക്കുലർ വരുന്ന സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എത്രയെന്ന് വരും? 4/3 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ദാറ്റ് ഈസ് 4/3. കറക്റ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? തെറ്റിപ്പോയോ എവിടെയെങ്കിലും? കറക്റ്റാണ്. ശരിക്കും ഇവിടെ ഒരു /4 കൂടി ഉണ്ടല്ലേ. ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഒരു 4 വരുമല്ലോ അല്ലേ. 5/4 എന്ന് വരും അല്ലേ. ചെയ്തത് കറക്റ്റ് അല്ലേ? ഓക്കെ.
അപ്പോൾ ഫസ്റ്റ് ലൈൻ -4/3 അപ്പോൾ സെക്കൻഡ് 4/3. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? m = tan θ that is equal to Δy/Δx. പിന്നെ നമ്മൾ ഇന്ന് സ്ട്രേറ്റ് ലൈൻ പഠിച്ചു. സ്ട്രേറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? y = mx + c. പിന്നെ നമുക്ക് സൈൻ കൺവെൻഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇനി നമുക്കുള്ളത് പാരാബോളയും പിന്നെ എലിപ്സും പിന്നെ ഹൈപ്പർബോളയാണ്. അത് ചെറിയ ടോപ്പിക്കാണ്. ഇതായിരുന്നു ആക്ച്വലി ലെന്തി. അതും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ടോപ്പിക് അങ്ങ് കഴിയും. അപ്പോൾ ഇതിന് സെക്കൻഡ് വീഡിയോ കൂടി ഉണ്ടാവും. സെക്കൻഡ് വീഡിയോ നമുക്ക് അടുത്ത പാരാബോള നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ താങ്ക് യു.